ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്നർവേഷൻ ഓഫ് ഗട്ട്. അപ്പോൾ ഇന്നർവേഷൻ ഓഫ് ഗട്ടിനെ പറ്റി പറയുമ്പോൾ ദർ ആർ ടു സെറ്റ്സ് ഓഫ് നെർവ്സ് ഇന്നർവേറ്റിംഗ് GIT. ആദ്യത്തേതാണ് ഇൻട്രിൻസിക് ഓർ എൻറ്ററിക് നെർവസ് സിസ്റ്റം. രണ്ടാമത്തേതാണ് എക്സ്ട്രിൻസിക് ഓർ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റത്തിന് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഇന്നർവേഷൻ ഓഫ് ഗട്ടിനെ പറ്റി പറയുമ്പോൾ ദർ ആർ ടു സെറ്റ്സ് ഓഫ് നെർവ്സ് ഇൻ GIT. ആദ്യത്തേതാണ് ഇൻട്രിൻസിക് ഓർ എൻറ്ററിക് നെർവസ് സിസ്റ്റം. രണ്ടാമത്തേതാണ് എക്സ്ട്രിൻസിക് ഓർ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇവർ രണ്ടുപേരിൽ നമ്മൾ ആദ്യം ഇൻട്രിൻസിക് നെർവസ് സിസ്റ്റത്തെ പറ്റി പറയാൻ പോകണം. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് നെർവസ് സിസ്റ്റം? Intrinsic nervous system is a collection of nerve plexus surrounding GIT. എന്ന് വെച്ചാൽ GITക്ക് ചുറ്റുമുള്ള കുറേ നെർവ് പ്ലെക്സസിൻ്റെ കളക്ഷൻ. പ്ലെക്സസ് എന്ന് വെച്ചാൽ ലാറ്റിൻ അർത്ഥം ബ്രെയിൻ എന്നാണ്. കുറേ നെർവ്സ് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു. അതിനെയൊക്കെയാണ് നമ്മൾ നെർവ് പ്ലെക്സസ് എന്ന് വിളിക്കുന്നത്. കുറേ നെർവ് പ്ലെക്സസ് ഒരുമിച്ച് കൂടി GITക്ക് ചുറ്റും കിടക്കുന്നു. അതാണ് എൻറ്ററിക് നെർവ് സിസ്റ്റം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നെർവ് പ്ലെക്സസസ് ദാറ്റ് സറൗണ്ട് GIT. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 100 million സെൻസറി ന്യൂറോൺസ്, ഇൻ്റർന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. ഇതിൻ്റെ അകത്ത് 100 million, അതിനേക്കാൾ കൂടുതലുണ്ട്, പക്ഷേ നമ്മൾ പറയുമ്പോൾ 100 million സെൻസറി ന്യൂറോൺസ്, ഇൻ്റർന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് CNSൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി അടുത്തത്, ഇറ്റ് ലൈസ് എൻറ്റയർലി ഇൻ ദി ഗട്ട് വാൾ. നമ്മളിപ്പം ഇതെന്താണെന്ന് പറഞ്ഞു, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേന്ന് പറഞ്ഞു. ഇനി ഇത് എവിടെയാണ് കിടക്കണേന്ന് ചോദിക്കുമ്പം ഇറ്റ് ലൈസ് ഇൻ ദി ഗട്ട് വാൾ. എവിടം തൊട്ട് എവിടം വരെ? എക്സ്റ്റെൻഡിങ് ഫ്രം ഈസോഫാഗസ് ടു ഏനസ്. ഇത് ഗട്ട് വാളിലാണ് കിടക്കുന്നത്. ഈസോഫാഗസ് തൊട്ട് ഏനസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് റിസീവ്സ് ഇൻപുട്ട് ഫ്രം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ ഓഫ് ഏനസ്. എന്തിന്? ടു മോഡുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ENSൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയല്ല നമ്മൾ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ്റെ ഇൻപുട്സ് റിസീവ് ചെയ്യുന്നത്. ഇതിൻ്റെ ആക്ടിവിറ്റി മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷൻ്റെ ഇൻപുട്സ് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ലിറ്റിൽ ബ്രെയിൻ ഓർ ബ്രെയിൻ ഓഫ് ഗട്ട്. നമുക്ക് 2 ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുക. ഒരു ബോഡിയിൽ 2 ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുക. ഒന്ന് നമ്മുടെ തലയിലുള്ള ബ്രെയിൻ, രണ്ടാമത്തെ നമ്മുടെ വയറിലൊരു ബ്രെയിൻ. ആ ബ്രെയിനാണ് ബ്രെയിൻ ഓഫ് ഗട്ട് ഓർ ലിറ്റിൽ ബ്രെയിൻ, ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദി സെൻസറി ഇൻഫർമേഷൻ ആൻഡ് ഇഫക്റ്റ് കോംപ്ലക്സ് മോട്ടോർ റെസ്പോൺസ്. അപ്പോൾ ബ്രെയിനിൻ്റെ വൺ ഓഫ് ദി ഫങ്ഷൻ സെൻസറി റെസ്പോൺസ് കിട്ടിയാൽ അതിനെ അനലൈസ് ചെയ്ത് ഒരു മോട്ടോർ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. സെയിം തിങ് ആര് ചെയ്യും? നമ്മുടെ എൻറ്ററിക് നെർവസ് സിസ്റ്റം ചെയ്യും. അത് നമ്മുടെ സെൻസറി ഇൻഫർമേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മോട്ടോർ കോംപ്ലക്സ് റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞു ഇത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നു. എന്തിന്? ഇതിൻ്റെ ആക്ടിവിറ്റി മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ പോയിൻ്റാണ് ഇറ്റ് ക്യാൻ ഫങ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ANS. അപ്പം ഈ പറഞ്ഞതെല്ലാം നമുക്കൊരു ഫിഗറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഈസോഫാഗസ് ഇല്ല, നമുക്ക് ഒരു ഈസോഫാഗസ് അങ്ങ് വരച്ചു കൊടുക്കാം. അവിടെ എത്ര കിടക്കട്ടെ. അപ്പോൾ എന്താണ്? ഈസോഫാഗസ് തൊട്ട് ANS വരെ ആരുണ്ട്? ENS ഉണ്ട്. ഇതെവിടാ കിടക്കണേ? ഗട്ട് വാളിൽ. ENS എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് നെർവ് പ്ലെക്സസസ് സറൗണ്ടിങ് GITക്ക് ചുറ്റുമുള്ള നെർവ് പ്ലെക്സസിനെയാണ് നമ്മൾ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കണേ. ഇതെവിടെയാണ് കിടക്കണേ? ഗട്ട് വാളിൽ. എവിടം തൊട്ട് എവിടം വരെ? ഈസോഫാഗസ് തൊട്ട് ANS വരെ. ഇതെന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓൾമോസ്റ്റ് 100 million സെൻസറി ന്യൂറോൺസ്, ഇൻ്റർന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ് വച്ചിട്ടാണ് നമ്മുടെ എൻറ്ററിക്
നെർവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് വേറെന്ത് പേരാ? സെക്കൻഡ് ബ്രെയിൻ അല്ലെങ്കിൽ ലിറ്റിൽ ബ്രെയിൻ ഓർ ബ്രെയിൻ ഓഫ് ഗട്ട് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? ഇറ്റ് ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദി സെൻസറി ഇൻഫർമേഷൻ ആൻഡ് ഇഫക്റ്റ് കോംപ്ലക്സ് മോട്ടോർ റെസ്പോൺസ്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ഇറ്റ് റിസീവ്സ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഇന്നോവേഷൻ. ഇവിടെ നിന്ന് സിമ്പത്തറ്റിക് ഇന്നർവേഷൻ പോണു, ഇവിടുന്നും പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷൻ പോണു. എന്തിന്? ടു മോഡുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ENS. പക്ഷേ ഇതിന് ഫങ്ഷൻ ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്തിൻ്റെ? ANSൻ്റെ ഇന്നർവേഷൻ്റെ ആവശ്യമുണ്ടോ? ഇറ്റ് ക്യാൻ ടോട്ടലി ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ANSൻ്റെ ആവശ്യമില്ല ഇതിന് ഫങ്ഷൻ ചെയ്യാൻ. പിന്നെ ENS is derived from neural crest cells. ന്യൂറൽ ക്രസ്റ്റ് സെൽസ് എന്താണ്? നിങ്ങൾ എംബ്രിയോളജി അനാട്ടമി പഠിക്കും. എന്തായാലും ന്യൂറൽ ക്രസ്റ്റ് സെൽസിൻ്റെ വൺ ഓഫ് ദ ഡെറിവേറ്റീവാണ് എൻറ്ററിക് നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രോ കിട്ടി. ഇനി എൻറ്ററിക് നെർവസ് സിസ്റ്റത്തെ നമ്മൾ മെയിൻ 2 പ്ലെക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന് 2 പ്ലെക്സസ് ഉണ്ട് എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിന്. ആദ്യത്തേതാണ് ഓവാക്സ് ഓർ മയൻറ്ററിക് പ്ലെക്സസ്. രണ്ടാമത്തേതാണ് മിയസ്നസ് ഓർ സബ് മ്യൂക്കോസൽ പ്ലെക്സസ്. എൻറ്ററിക് നെർവസ് സിസ്റ്റം കംപ്രൈസസ് മെയിൻലി 2 പ്ലെക്സസസ്. ആദ്യത്തേതാണ് ഓവാക്സ് പ്ലെക്സസ്, രണ്ടാമത്തേത് മിയസ്നസ് പ്ലെക്സസ്. ആദ്യം നമുക്ക് മയൻറ്ററിക് പ്ലെക്സസ് അല്ലെങ്കിൽ ഓവാക്സ് പ്ലെക്സസിനെ പറ്റി പഠിക്കാം. ഓക്കെ, so myenteric plexus. Myenteric plexus is also known as ovax plexus. Okay, എന്താണ് മയൻറ്ററിക് പ്ലെക്സസ്? ഇറ്റ് ഈസ് എ ലീനിയർ ചെയിൻ ഓഫ് interconnecting neurons that extends the entire length of GIT. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? GITയുടെ മുഴുവൻ ലെങ്തിലും ഉള്ള കുറേ ഇൻ്റർകണക്റ്റിംഗ് ന്യൂറോൺസ്, അവരുടെ ഒരു ലീനിയർ ചെയിൻ, നേരെയുള്ളൊരു ചെയിൻ, ആ ചെയിനെയാണ് നമ്മൾ മയൻറ്ററിക് പ്ലെക്സസ് എന്ന് വിളിക്കുന്നത്. ഇത് എവിടെയാണ് കിടക്കുന്നത്? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ലോങ്കിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ ലെയർ ഓഫ് ഇൻറ്റസ്റ്റൈനൽ സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽ ലെയറിന് 2 മസിൽ ലെയർ ആണല്ലോ, സർക്കുലർ മസിൽ ലെയറും ലോങ്കിറ്റ്യൂഡിനൽ മസിൽ ലെയറും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഓവാക്സ് പ്ലെക്സസ് കിടക്കുന്നത്. എന്താണ് ഓവാക്സ് പ്ലെക്സസിൻ്റെ ജോലി? കൺട്രോൾ ദി മസിൽ ആക്ടിവിറ്റി along the length of the gut. ഈ ഗട്ട് മുഴുവൻ ഉണ്ടല്ലോ, ഗട്ടിൻ്റെ ലെങ്ത്ത് ഫുൾ നമ്മുടെ മയൻറ്ററിക് പ്ലെക്സസ് ഉണ്ടല്ലോ. എവിടെ? ലോങ്കിറ്റ്യൂഡിനൽ സർക്കുലർ ലെയറിൻ്റെ ഇടയ്ക്കായിട്ട്. അതിൻ്റെ ജോലി ഈ സ്മൂത്ത് മസിൽ ലെയറിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലോങ്കിറ്റ്യൂഡിനൽ മസിൽ, ഇതാണ് നമ്മുടെ സർക്കുലർ മസിൽ. ഇതിൻ്റെ 2 പേരുടെ ഇടയ്ക്കായിട്ട് ഈ കിടക്കുന്നതാണ് നമ്മുടെ മയൻറ്ററിക് പ്ലെക്സസ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? മയൻറ്ററിക് പ്ലെക്സസ് ഇസ് എ ലീനിയർ ചെയിൻ ഓഫ് ഇൻ്റർകണക്റ്റിംഗ് ന്യൂറോൺസ് ദാറ്റ് ലൈസ് ഇൻ ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഗട്ട് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ കട്ട് സെക്ഷൻ സാധനമാണല്ലോ. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് ഇതൊരു ലീനിയർ ചെയിനാണെന്ന് പറയുന്നു. ഇത് ഇൻ്റർകണക്റ്റിംഗ് ന്യൂറോൺസിൻ്റെ ഒരു കളക്ഷനാണെന്ന് പറയുന്നു. ഇത് ലോങ്കിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിലിൻ്റെ ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ
is regulate the muscle activity. The activity regulate ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ മൈൻറ്ററിക് പ്ലെക്സസ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മീസ്നേഴ്സ് പ്ലെക്സസ് ആണ്. മീസ്നേഴ്സ് പ്ലെക്സസ് ലൈസ് ഇൻ ദി സബ്മ്യൂക്കോസ. മൈൻറ്ററിക് പ്ലെക്സസ് ഇൻറ്റെസ്റ്റൈനൽ സ്മൂത്ത് മസിൽസിൻ്റെ ഇടയ്ക്കായിട്ടായിരുന്നു കിടന്നിരുന്നത്. മീസ്നേഴ്സ് പ്ലെക്സസ് സബ്മ്യൂക്കോസയിലാണ് കിടക്കുന്നത്. എന്താണ് ഇതിൻ്റെ ജോലി? ഇതിൻ്റെ ജോലി ഇറ്റ് ഈസ് കൺസേൺ വിത്ത് കൺട്രോളിങ് ദി ഫങ്ഷൻ വിത്തിൻ ദി ഇന്നർ വാൾ ഓഫ് ഈച്ച് മൈന്യൂട്ട് സെഗ്മെൻറ്റ് ഓഫ് ഇൻറ്റെസ്റ്റൈൻ. സബ്മ്യൂക്കോസ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് വാളിൻ്റെ ഇന്നർ വാളിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഓരോ മൈന്യൂട്ട് സെഗ്മെൻറ്റിൻ്റെയും ഫങ്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മീസ്നേഴ്സ് പ്ലെക്സസിൻ്റെ ജോലി. അപ്പോൾ മീസ്നേഴ്സ് പ്ലെക്സസ് എന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അപ്പോൾ ഇറ്റ് ഇന്നവേറ്റ്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനെ ഇന്നർവേറ്റ് ചെയ്യും. പിന്നെ വേറെന്ത് ചെയ്യും? സബ്മ്യൂക്കോസയിലാണ് ഇൻറ്റെസ്റ്റൈനൽ എൻഡോക്രൈൻ സെൽസ് കിടക്കുന്നത്. അവർക്ക് ഇന്നർവേഷൻ കൊടുക്കും. പിന്നെ സബ്മ്യൂക്കോസയിൽ ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും ഇന്നർവേഷൻ കൊടുക്കും. സബ്മ്യൂക്കോസൽ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മീസ്നേഴ്സ് പ്ലെക്സസ് വരുന്നത്. ഇവിടെ അപ്പം സബ്മ്യൂക്കോസൽ ലെയറിലാണ് ഇത് കിടക്കുന്നത്. സോൾസോ ആണ് സബ്മ്യൂക്കോസൽ പ്ലെക്സസ്. ഇവിടെ കുറേ ബ്ലഡ് വെസൽസ് ഒക്കെ കണ്ടില്ലേ, അതിനൊക്കെ ഇന്നർവേഷൻ കൊടുക്കുന്ന ആരാണ്? സബ്മ്യൂക്കോസൽ പ്ലെക്സസ്. ഇതെവിടെയാണ് കിടക്കുന്നത്? സബ്മ്യൂക്കോസയിൽ. ഇവിടെയുള്ള എൻഡോക്രൈൻ സെൽസ്, ഇൻറ്റെസ്റ്റൈനൽ എൻഡോക്രൈൻ സെൽസിനും സപ്ലൈ കൊടുക്കുന്ന ആരാണ്? മീസ്നേഴ്സ് പ്ലെക്സസ്. അപ്പോൾ നമ്മൾ രണ്ട് പ്ലെക്സസിനെ പറ്റിയും പഠിച്ചു. മൈൻട്രിക് പ്ലെക്സസിനെ പറ്റിയും പഠിച്ചു, മീസ്നേഴ്സ് പ്ലെക്സസിനെ പറ്റിയും പഠിച്ചു. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബോത്ത് ഓഫ് ദീസ് പ്ലെക്സസസ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഇവർ രണ്ടുപേരും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം ഇ എൻ എസിലെ രണ്ട് പ്ലെക്സസും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇറ്റ് ഓൾസോ റിസീവ്സ് ഇന്നർവേഷൻ ഫ്രം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോസ്. അപ്പം ഇവരെല്ലാവരും കൂടി there are 3 reflexes: local reflexes, short reflexes and long reflexes. ഇവരുടെ എല്ലാവരും കൂടെ ഇൻ്റർ കണക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ 3 റിഫ്ലെക്സസ്. അപ്പോൾ ആദ്യം നമുക്ക് ലോക്കൽ റിഫ്ലെക്സ് പഠിക്കാം. ലോക്കൽ റിഫ്ലെക്സിൽ എന്ത് സംഭവിക്കും? ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ ഒരു അഫറൻസ് കൊടുക്കും. എങ്ങോട്ട്? ഒന്നെങ്കിൽ മീസ്നേഴ്സ് പ്ലെക്സസിലോട്ട്, അല്ലെങ്കിൽ മൈൻറ്ററിക് പ്ലെക്സസിലോട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ ഇഫറൻസ് കൊടുക്കും. എങ്ങോട്ട്? ഒന്നെങ്കിൽ എൻഡോക്രൈൻ സെൽസിലേക്ക്. എൻഡോക്രൈൻ സെൽസിലേക്ക് കൊടുക്കുന്ന ആരായിരിക്കും? മീസ്നേഴ്സ് പ്ലെക്സസ് ആയിരിക്കും. ബ്ലഡ് വെസലിലേക്ക്, അതും മീസ്നേഴ്സ് പ്ലെക്സസ് ആയിരിക്കും. അല്ലെങ്കിൽ മസിൽസിലേക്ക്, അതാരായിരിക്കും? മൈൻട്രിക് പ്ലെക്സസ്. ഇതാണ് ലോക്കൽ റിഫ്ലെക്സ്. ഒരു റിസപ്റ്റർ അഫറൻറ്റ് ആർക്ക് കൊടുക്കും? മീസ്നസ് അല്ലെങ്കിൽ മൈൻട്രിക് പ്ലെക്സസിലേക്ക് കൊടുക്കും. അതിൻ്റെ ഇഫറൻറ്റ് ഇവരാർക്ക് കൊടുക്കും? എൻഡോക്രൈൻ അല്ലെങ്കിൽ ബ്ലഡ് വെസലിനോ മസിലിനോ കൊടുക്കും. ഇത് കൺസേൺഡ് പാർട്ട്. അപ്പം ഇതാണ് നമ്മുടെ ലോക്കൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൈൻട്രിക് പ്ലെക്സസ് ആണ്. മൈൻട്രിക് പ്ലെക്സസിലേക്ക് ഇവിടെയുള്ളൊരു റിസപ്റ്ററിൽ നിന്നൊരു സിഗ്നൽ പോകുന്നു. അതിൻ്റെ ഇഫറൻസ് പിന്നെ അതതിൻ്റെ മസിലിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ലോക്കൽ റിഫ്ലെക്സ്. നെക്സ്റ്റാണ് ഷോർട്ട് റിഫ്ലെക്സ്. ഷോർട്ട് റിഫ്ലെക്സ് എന്ന് പറയുന്നതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇത് നമ്മുടെ മസിൽ ലെയറാണ്. മസിൽ ലെയറിൽ നിന്ന് ഒരു അഫറൻസ് സീലിയ ഗാംഗ്ലിയോണിലേക്ക് പോകുന്നു. സീലിയ ഗാംഗ്ലിയ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് സപ്ലൈ ആണ്. സീലിയ ഗാംഗ്ലിയയിലേക്ക് പോകുന്നു. അവിടുന്ന് ഒരു സിമ്പത്തറ്റിക് ഇഫറൻറ്റ് മൈൻട്രിക് പ്ലെക്സസിലേക്ക് വരുന്നു. മൈൻട്രിക് പ്ലെക്സസിലേക്ക് വന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് പിന്നെ മസിൽ ലെയറിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഷോർട്ട് റിഫ്ലെക്സ്. ഇവിടെയുള്ള റിസപ്റ്റർ സിമ്പത്തറ്റിക് ഗാംഗ്ലിയയിലേക്ക് ഒരു അഫറൻസ് കൊടുക്കുന്നു. അതിൻ്റെ ഇഫറൻസ്
സീലിയ ഗാംഗ്ലിയയിൽ നിന്നുള്ള ഒരു സിമ്പത്തറ്റിക് ഫൈബറിൽ നിന്ന് താഴെ മൈൻട്രിക് പ്ലെക്സസിലെ ഒരു ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. അവർ പിന്നെ അതിൻ്റെ മസിൽ ലെയറിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. ഇതാണ് ഷോർട്ട് റിഫ്ലെക്സ്. ഇനി എന്താണ് ലോങ് റിഫ്ലെക്സ്? ലോങ് റിഫ്ലെക്സിൻ്റെ പടമാണ് ഇതാണ് ലോങ് റിഫ്ലെക്സിൻ്റെ പടം. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സബ്മ്യൂക്കോസൽ ലെയറിൽ നിന്ന് ഒരു അഫറൻറ്റ് എവിടെ പോകുന്നു? ഡോർസൽ ന്യൂക്ലിയസ് ഓഫ് വേഗസിൽ എത്തുന്നു. വേഗസിലെത്തിയിട്ട് അവിടെ നിന്ന് ഇഫറൻ വേഗൽ ഫൈബേഴ്സ് താഴേക്ക് വന്ന് മൈൻട്രിക് പ്ലെക്സസിൽ ഒരു ന്യൂറോണിന് സപ്ലൈ കൊടുക്കുന്നു. അത് പിന്നെ അതിൻ്റെ സർക്കുലർ മസിൽ ലെയറിലേക്ക് ഇഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ലോങ് റിഫ്ലെക്സ്. അപ്പോൾ ഷോർട്ട് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് റിസപ്റ്റർ വേണമല്ലോ, ഓസ്മോ റിസപ്റ്റർ, തെർമോ റിസപ്റ്റർ, മെക്കാനോ റിസപ്റ്റർ, കീമോ റിസപ്റ്റർ, ഇതൊക്കെ ഗട്ട്വാളിലുള്ളതാണ്. ഇവരിൽ ഏതെങ്കിലും ഒരു റിസപ്റ്റർ ഒരു അഫറൻറ്റ് കൊടുക്കുന്നു. ആർക്ക്? മീസ്നസ് അല്ലെങ്കിൽ മൈൻട്രിക് പ്ലെക്സസിന് കൊടുക്കുന്നു. അവിടുന്ന് ഒരു എഫറൻറ്റ് വരുന്നു. ഇത് എൻഡോക്രൈൻ അല്ലെങ്കിൽ ബ്ലഡ് വെസലിനോ മസിൽ സെല്ലിനോ കൊടുക്കുന്നു. അങ്ങനെ ലോക്കൽ റിഫ്ലെക്സ് കഴിഞ്ഞു. ഇനി വരുന്നതാണ് ഷോർട്ട് റിഫ്ലെക്സ്. ഷോർട്ട് റിഫ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സർക്കുലർ മസിൽ ലെയറിലെ ഏതെങ്കിലും ഒരു റിസപ്റ്റർ, മേ ബി സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആയിരിക്കും, അവരുടെ അഫറൻസ് സീലിയ ഗാംഗ്ലിയ സിമ്പത്തറ്റിക് സപ്ലൈയിലേക്ക് പോകുന്നു. അവിടുന്ന് ഒരു ഇഫറൻസ് താഴേക്ക് വരുന്നു. റിസീവ്ഡ് ബൈ ന്യൂറോൺസ് ഓഫ് മൈൻട്രിക് പ്ലെക്സസ്. അവരതിൻ്റെ ആക്ഷൻ സർക്കുലർ മസിലിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ലോങ് റിഫ്ലെക്സ് ആണ്. സബ്മ്യൂക്കോസൽ ലെയറിൽ നിന്ന് ഒരു അഫറൻസ് എവിടേക്ക് പോകുന്നു? ഡോസൽ ന്യൂക്ലിയ ഓഫ് വേഗസ്, മെഡുല്ലയിലേക്കാണ് പോകുന്നത്. ഇവിടെ സീലിയ ഗാംഗ്ലിയ എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡിലായിരിക്കുന്നത്. ഇവിടെ ഡോസൽ ന്യൂക്ലിയ ഓഫ് വേഗസ് ഇൻ മെഡുല്ല വരെ ചെന്നു. അവിടെ നിന്നൊരു ഇഫറൻസ് വേഗൽ ഫൈബേഴ്സ് താഴേക്ക് വരുന്നു, മൈൻട്രിക് പ്ലെക്സസിലേക്ക് കൊടുക്കുന്നു. അവർ പിന്നെ സർക്കുലർ മസിലിലേക്ക് അതിൻ്റെ ആക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഷോർട്ട്, ലോക്കൽ ആൻഡ് ലോങ് റിഫ്ലെക്സസ് പ്രൊഡ്യൂസ്ഡ് ബൈ ENS. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ബൈ ന്യൂറോൺസ് ഓഫ് ENS. ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം. അപ്പം ഇവരെന്തൊക്കെ സബ്സ്റ്റൻസാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അപ്പം എങ്ങനെ ആയാലും 2 ഡിവിഷൻ വരും ഇവർ സെക്രീറ്റ് ചെയ്യുന്നതിന്. ആദ്യത്തെ എക്സൈറ്റേറ്ററി, രണ്ടാമത്തത് ഇൻഹിബിറ്ററി. എക്സൈറ്റേറ്ററി എന്ന് പറയുമ്പോൾ അതിൽ അസറ്റൈൽ കോളിൻ ഉണ്ട്, സെറോട്ടോണിൻ ഉണ്ട്, ആൻഡ് സബ്സ്റ്റൻസ് പി. ഇവർ 3 പേരുമാണ് നമ്മുടെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇനി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണെങ്കിൽ VIP എന്ന് പറഞ്ഞാൽ എന്തുവാ? വേസോ ആക്റ്റീവ് intestinal polypeptide. Norepinephrine, neurotensin and enkephalin. വേറെയും കുറേ പേരുണ്ട്. NO ഉണ്ട്, GABA ഉണ്ട്, CCK ഉണ്ട്, സൊമാറ്റോസ്റ്റാറ്റിൻ, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ മെയിൻ നമുക്ക് നോക്കാനുള്ള എക്സൈറ്റേറ്ററി അസറ്റൈൽ കൊളീൻ, സെറോട്ടോണിൻ, സബ്സ്റ്റൻസ് പി. ഇൻഹിബിറ്ററി VIP, നോറെപ്പിനെഫ്രിൻ, ന്യൂറോടെൻസിൻ ആൻഡ് എൻകെഫാലിൻ. NO എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽ റിലാക്സൻ്റ് ആണ്. റിലാക്സേഷൻ ഓർത്തു വെച്ചോ. VIP എപ്പോഴാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. VIP റിലീസ് ചെയ്യുന്നത് ഡിസ്റ്റൻഷൻ ഓഫ് GIT ഡിസ്റ്റൻഡ് ആകുമ്പോൾ VIP റിലീസ് ചെയ്യും. GIT ഡിസ്റ്റൻഡ് ആകുമ്പോൾ VIP റിലീസ് ചെയ്യും. VIP എന്നിട്ട് എന്ത് ചെയ്യും? VIP ചെന്നിട്ട് റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് in front of peristaltic vein.
ഒരു പെരിസ്റ്റാൾട്ടിക് വേവ് ഉണ്ടാവും. ഈ പെരിസ്റ്റാൾട്ടിക് വേവിൻ്റെ ഫ്രണ്ടിലുള്ള സ്മൂത്ത് മസിൽസ്, ഇവിടെയുള്ള സ്മൂത്ത് മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യും. എന്നിട്ട് റിലാക്സേഷൻ ഓഫ് സ്ഫിഞ്ചർ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ജോലി. VIP എപ്പോൾ റിലീസ് ചെയ്യും? GATയുടെ ഡിസ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ VIP റിലീസ് ചെയ്യും. ഇതെന്ത് ചെയ്യും? റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഉണ്ടാക്കും, റിലാക്സേഷൻ ഓഫ് സ്വിഞ്ചറും ഉണ്ടാക്കും. സ്മൂത്ത് മസിൽസ് പെരിസ്റ്റാൾട്ടിക് വേവിൻ്റെ ഫ്രണ്ടിലുള്ള സ്മൂത്ത് മസിൽസും പിന്നെ സ്വിഞ്ചറിൻ്റെ റിലാക്സേഷനും നടത്തും. ഇനി എന്താണ് ഇവരുടെ ഫങ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ടേബിളായിട്ട് എഴുതാൻ പറ്റും. മൈൻട്രിക് പ്ലെക്സസിൻ്റെ പണി ഇൻക്രീസ് ഇൻ ദി ടോൺ ഓഫ് ഗട്ട് വാൾ. ഗട്ട് വാളിൻ്റെ ടോൺ ഇൻക്രീസ് ചെയ്യാമെന്ന് ഉള്ളൊരു ജോലിയുണ്ട്. ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ആൻഡ് റേറ്റ് ഓഫ് റിതമിക്കൽ കൺട്രാക്ഷൻ. കൺട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ റേറ്റും കൂട്ടുക എന്നുള്ളതും ഒരു ജോലിയാണ്. ആദ്യത്തേത് ടോൺ കൂട്ടുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത് റേറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് റിതമിക്കൽ കൺട്രാക്ഷൻ. ഇനി ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് കണ്ടക്ഷൻ ഓഫ് എക്സൈറ്റേറ്ററി വേവ്സ് എലോങ് ഗട്ട് വാൾ. ഗട്ട് വാളിൽ കൂടെ പോകുന്ന എക്സൈറ്റേറ്ററി വേവ്സിൻ്റെ കണ്ടക്ഷൻ കൂട്ടുക. ഇൻക്രീസ് ദി കണ്ടക്ഷൻ ഓഫ് എക്സൈറ്റേറ്ററി വേവ്സ് എലോങ് ദി ഗട്ട് വാൾ. പെരിസ്റ്റാൾട്ടിസിസ് കൂട്ടുക. ഇൻക്രീസ് ദി റിലാക്സേഷൻ ഓഫ് സ്ഫിഞ്ചേഴ്സ്. ഏതൊക്കെ സ്ഫിഞ്ചേഴ്സ്? പൈലോറിക് സ്ഫിഞ്ചർ, ഇലിയോസീക്കൽ സ്ഫിഞ്ചർ ആൻഡ് ഏനൽ സ്ഫിഞ്ചർ. ഇൻറ്റേർണൽ ഏനൽ സ്ഫിഞ്ചർ. പൈലോറിക്, ഇലിയോസീക്കൽ ആൻഡ് ഇൻറ്റേർണൽ ഏനൽ സ്ഫിഞ്ചേഴ്സ്. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. ഇവരുടെ ജോലി ഏതൊക്കെയാണ്? ഇൻക്രീസ് ദി ടോൺ ഓഫ് ഗട്ട് വാൾ, increase the intensity and rate of rhythmical contraction, increase the velocity of conduction of excitatory waves along the gut wall, increase peristalsis and relaxation of sphincter. ഗട്ട് വാളിൻ്റെ ടോൺ കൂട്ടി, എന്നിട്ട് കൺട്രാക്ഷൻ്റെ എണ്ണവും ഇൻറ്റൻസിറ്റിയും കൂട്ടി, അതിൽ പോകുന്ന എക്സൈറ്റേറ്ററി വേവ്സിൻ്റെ വെലോസിറ്റി കൂട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്കും പെരിസ്റ്റാൾസിസ് ഇൻക്രീസ് ആയി. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ഫിങ്ചറിനെയും റിലാക്സ് ചെയ്യിപ്പിച്ചു. അതാണ് ഇതിൻ്റെ ജോലി. ഇനി നമുക്ക് മീസ്നസ് പ്ലെക്സസിൻ്റെ ജോലി നോക്കാം. അത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ഇന്നർവേറ്റ്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അതിൻ്റെ കൂടെ സബ്മ്യൂക്കോസൽ ബ്ലഡ് സെൽസിനെ ഇന്നർവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻറ്റസ്റ്റൈനൽ എൻഡോക്രൈൻ സെൽസിനെ ഇന്നർവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻറ്റസ്റ്റൈനൽ എൻഡോക്രൈൻ സെൽ, സബ്മ്യൂക്കോസൽ ബ്ലഡ് വെസൽ അല്ല. ഇതൊക്കെ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? അപ്പം കൺട്രോൾ ദി സെക്രീഷൻ ഓഫ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇവിടെ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയാം. സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ ദി ഗട്ട്. ഓൾസോ ഇതിന് സബ്മ്യൂക്കോസൽ ബ്ലഡ് വെസൽസ് സപ്ലൈ ഉണ്ടല്ലോ. regulate the blood flow, regulate the local blood flow. ഇതാണ് മീസ്നസ് പ്ലെക്സസിൻ്റെ ജോലി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റഫ് ഫിഗറാണ്. ഇതാണ് നമ്മുടെ ഔട്ടർ ലോങ്കിറ്റ്യൂഡിനൽ മസിൽ. അതിൻ്റെ ഇത് ഇന്നർ സർക്കുലാർ മസിൽ. സ്റ്റൊമക്കിന് മാത്രം ഒരു ഒബ്ലിക് മസിൽ ലെയറും കൂടെ വരും, പക്ഷേ അതിപ്പം നമ്മൾ വരയ്ക്കണ്ട. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ആരുണ്ട്? മൈൻട്രിക് പ്ലെക്സസ് ഉണ്ട്. അപ്പം അതിൻ്റെ മേലെ സബ്മ്യൂക്കോസൽ ലെയർ, അവിടെ നമുക്ക് മീസ്നസ് പ്ലെക്സസിനെ കാണാൻ പറ്റും. ഇത് മ്യൂക്കോസൽ ലെയർ. ഇങ്ങനെ റഫ് ഫിഗറും കൂടി പേപ്പറിൽ വരച്ചാൽ നല്ലതായിരിക്കും. അപ്പം മൈൻട്രിക് പ്ലെക്സസിനൊരു ഇത് കണ്ടറിയാം. അസെൻഡിങ് ഫൈബറും ഉണ്ട്,
ഡിസെൻഡിങ് ഫൈബറും ഉണ്ട്. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ പറയുമ്പം എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു റഫ് ഫിഗറും കൂടെ എൻറ്ററിക് നെർവസ് സിസ്റ്റം ചോദിച്ചാൽ വരച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്. ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കൺജനൈറ്റൽ ഡിസീസാണ്. ഇതിലെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആബ്സെൻസ് ഓഫ് ഇ എൻ എസ് ഇൻ പാർട്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ചില പാർട്സിൽ ഇ എൻ എസ് ആബ്സെൻ്റ് ആണ്. പാർട്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇ എൻ എസ് ഇല്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നം? അവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കൺജനൈറ്റൽ ഡിസീസാണ്. There is absence of parts of ENS in large intestine. Peristaltic movement of large intestine is absent. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇൻട്രിൻസിക് നെർവസ് സിസ്റ്റത്തെ പറ്റിയായിരുന്നു. അപ്പം വേറൊരു സംഭവം കൊണ്ടുണ്ടല്ലോ, എക്സ്ട്രിൻസിക് ഇന്നർവേഷൻ ഓഫ് ഗട്ട്. ഗട്ട് ഈസ് ഇന്നർവേറ്റഡ് ബൈ 2 sets of nerves എന്നല്ലേ. അപ്പം അതിൻ്റെ എക്സ്ട്രിൻസിക് ഇന്നർവേഷൻ അതിന് നമ്മൾ പറഞ്ഞിരുന്നു സിമ്പത്തറ്റിക് ഇന്നർവേഷനും ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഇന്നർവേഷനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം നമുക്ക് സിമ്പത്തറ്റിക് ഇന്നർവേഷനിലേക്ക് പോകാം. ഇത് T5 to L2, thoracic segment 5 എന്ന് ലംബാർ സെഗ്മെൻറ്റ് 2, അതിൻ്റെ ലാറ്ററൽ ഹോൺ സെൽസിൽ നിന്ന് റൈസ് ചെയ്യുന്നു. സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ എവിടെ നിന്ന് റൈസ് ചെയ്യുന്നു? T5 to L2 ലാറ്ററൽ ഹോൺ സെൽസ്. അവിടെ നിന്ന് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരുന്നു. എന്നിട്ട് അവർ എവിടെ ചെന്ന് നിൽക്കും? അവർ നമ്മൾ മുമ്പേ ഒരാളെ കണ്ടായിരുന്നു, സീലിയാക് ഗാംഗ്ലിയ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ സീലിയാക് ഗാംഗ്ലിയയിലോ മിസെൻഡറിക് ഗാംഗ്ലിയയിലോ പോയി നിൽക്കും. അവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വരും. പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഗട്ടിലെത്തും ത്രൂ സ്പ്ലാങ്കനിക് നെർവ്സ്. അപ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ T5 to L2ൻ്റെ ലാറ്ററൽ ഹോൺ സെൽസ് എന്ന് റൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ചെന്നിട്ട് സീലിയാക് അല്ലെങ്കിൽ മിസെൻട്രിക് ഗാംഗ്ലിയ ചെന്ന് ചേരും. അവിടെ നിന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ആയിട്ട് കട്ടിച്ചെല്ലും ത്രൂ സ്പ്ലാങ്കനിക് നെർവ്സ്. അപ്പോൾ ഇതൊക്കെ അഡ്രീനർജിക് ഫൈബേഴ്സാണ്. അപ്പോൾ അഡ്രീനർജിക് ഫൈബേഴ്സ് ആയതുകൊണ്ട് അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ വിൽ ബി നോറെപ്പിനെഫ്രിൻ. അപ്പോൾ അത്ര മതി. സിമ്പത്തറ്റിക്കിനെ പറ്റി ഇപ്പം അത്ര മതി. ഇനി പാരാസിമ്പത്തറ്റിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് അറിയാമല്ലോ, ക്രേനിയോ സേക്രൽ ഔട്ട്ഫ്ലോ ഉണ്ട്. അതിൻ്റെ ക്രേനിയൽ ഔട്ട്ഫ്ലോ is through glossopharyngeal, facial and vagus nerves. Glossopharyngeal, facial and vagus nerves. ഇവരിലൂടെയാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക്കിൻ്റെ ക്രേനിയൽ ഔട്ട്ഫ്ലോ പോകുന്നത്. ഇപ്പം ഗ്ലോസോഫെറിഞ്ചൽ ആർക്കൊക്കെ സപ്ലൈ ചെയ്യും? ഗ്ലോസോഫെറിഞ്ചൽ ഫാരിങ്സിനും അപ്പർ ഈസോഫാഗൽ സ്ഫിങ്ക്ചറിനും സപ്ലൈ ചെയ്യും. അപ്പർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ. ഇനി ഫേഷ്യൽ സലൈവറി ഗ്ലാൻസിന് സപ്ലൈ ചെയ്യും along with glossopharyngeal nerve. ഇനി വേഗസ് ഈസോഫാഗസ് തൊട്ട് അങ്ങ് തുടങ്ങുക.
പ്രോക്സിമൽ കോളനിൽ അവസാനിക്കും. ഈസോഫാഗസ് തൊട്ട് പ്രോക്സിമൽ കോളൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു സപ്ലൈ. അതിൻ്റെ കൂടെ ഇത് ലിവറിനും പാൻക്രിയാസിനും സപ്ലൈ ഉണ്ട്. ഇതിൻ്റെ ക്രേനിയൽ ഔട്ട്ഫ്ലോയെ പറ്റി നമ്മൾ പറഞ്ഞത്. ക്രേനിയൽ ഔട്ട്ഫ്ലോ ഗ്ലോസോഫാരിഞ്ചൽ, ഫേഷ്യൽ, വേഗസിൽ കൂടെയാണെന്ന് പറഞ്ഞു. ഗ്ലോസോഫാരിഞ്ചൽ മെയിൻലി ഫാരിങ്സിനും അപ്പർ ഈസോഫാഗൽ സ്ഫിങ്ക്ചറിനും കൊടുക്കുമെന്ന് പറഞ്ഞു. ഫേഷ്യൽ സലൈവറി ഗ്ലാൻഡിന് കൊടുക്കും, പക്ഷേ ഗ്ലോസോഫാരിഞ്ചലും സലൈവറി ഗ്ലാൻഡിന് കൊടുക്കും. ഇനി വേഗസിൻ്റെ കഥ പറയുമ്പോൾ ഈസോഫാഗസ് തൊട്ട് പ്രോക്സിമൽ കോളൻ വരെയുള്ള എല്ലാ ഭാഗത്തിനും, അതായത് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പ്രോക്സിമൽ കോളൻ, ഇത്രയും പേർക്ക് കൊടുക്കും. കൂടാതെ ലിവറിന് പാൻക്രിയാസിനും കൊടുക്കും. ഇനി സേക്രൽ ഔട്ട്ഫ്ലോ. സേക്രൽ ഔട്ട്ഫ്ലോ ഇസ് ത്രൂ പെൽവിക് നെർവ്. റൂട്ട് വാല്യൂ S2, S3, S4. ഇതാണ് നമ്മുടെ ഡിസ്റ്റൽ കോളനും റെക്ടത്തിനും ഒക്കെ സപ്ലൈ. ഡിസ്റ്റൽ കോളൻ ആൻഡ് റെക്ടം. ഈ ഫൈബറിൻ്റെ ഫങ്ഷനാണ് ഡീഫീക്കേഷൻ റിഫ്ലെക്സ്. പെൽവിക് നെർവാണ് നമ്മുടെ ഡീഫീക്കേഷൻ റിഫ്ലെക്സിന് സഹായിക്കുന്നത്. ഇതൊക്കെ കോളിനർജിക് ഫൈബേഴ്സാണ്. പാരാസിമ്പത്തറ്റിക് ആർ കോളിനർജിക് ഫൈബേഴ്സ്. മുമ്പത്തേത് അഡ്രിനർജിക് ഫൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അതാണ് എക്സ്ട്രിൻസിക് ഇന്നർവേഷനെ പറ്റി പറയുന്നത്. ഇനി വേറൊരു സംഭവമാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ദാറ്റ് ലിങ്ക്സ് enteric nervous system to CNS through neuroendocrine and metabolic pathway. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബയോകെമിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. ബിറ്റ്വീൻ ENS ആൻഡ് CNS. ENSും CNSും തമ്മിലുള്ള ബയോകെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ന്യൂറോ എൻഡോക്രൈൻ ആൻഡ് മെറ്റാബോളിക് പാത്വേ. ഇതൊരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ബിറ്റ്വീൻ ENS ആൻഡ് CNS. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ലിങ്കിങ് ദി ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ബ്രെയിൻ വിത്ത് പെരിഫറൽ ഇൻറ്റസ്റ്റൈനൽ ഫങ്ഷൻ. പുറത്തെ ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷനുമായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സെൻറ്റേഴ്സിനെ ലിങ്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. ഗട്ട് ബ്രെയിൻ ആക്സിസ് ഒന്ന് വായിച്ചു നോക്കിക്കോളുക. മേ ബി ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ഇന്നർവേഷൻ ഓഫ് ഗട്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് വായിക്കുക. നോട്ട്സ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ബാക്കി GIT എടുക്കുമ്പം കാര്യം മനസ്സിലാണെങ്കിൽ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. സോ താങ്ക് യു.